പബ്ജി കളിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഫേവറേറ്റ് സ്ഥലമുണ്ട് മിരാമർ എന്ന് പറഞ്ഞ്. സോ ആ സ്ഥലം, അങ്ങനെ ഒരു സ്ഥലപ്പേര് ഇവിടെ ഉണ്ട്. 2 മിനിറ്റ് പോലും ആയില്ല കേട്ടോ ട്രാഫിക് നിൽക്കാണ്ട്. ഇത്ര ഹീറ്റ് ആവുമോ KTM? എനിക്ക് ഓണസ് ഇവിടുത്തെ പെട്രോളിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടി പൊട്ടോടും. അവിടെ ഒരു വാഗണർ ഇടിച്ച് കിടക്കുന്നു. ഓ മൈ ഗോഡ്, ആർക്കും ഒന്നും പറ്റിയില്ലെന്ന് വിചാരിക്കുന്നു. സോ വാട്ട്സപ്പ് ലവ്ലി പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാനിപ്പോൾ നിലവിൽ ഗോവയിലാണുള്ളത്, ഗോവയുടെ വില്ലേജ് സൈഡിൽ വിത്ത് ദിസ് ബ്യൂട്ടി. ഇതൊരു 2023 മോഡൽ ഡ്യൂക്ക് 200 ആണ്, ഫേസ് 2. ഇത് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത വണ്ടി കേട്ടോ, ഫേസ് 2, അതായത് നമ്മുടെ 390യുടെ ഹെഡ് വരുന്ന വണ്ടി. സോ ഇതിൽ ഞാനിപ്പം എക്സ്ട്രാ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എക്സ്ട്രാ ഇപ്പം മേടിച്ച് ചെയ്തതാണ്. ഒരു മൊബൈൽ ഹോൾഡർ ഇവിടെ പിടിപ്പിച്ചതാണ്. സോ ഇതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. സോ ഇതിൻ്റെ അത് ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 390യുടെ ഹെഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ LED ആണ് വരുന്നത്. ഈ ഒരു ലൈറ്റ് ഫുൾ LED ഇൻഡിക്കേറ്റേഴ്സ്. സോ ഞാൻ ആക്ച്വലി നമ്മുടെ കുറച്ച് ഗോവയുടെ വില്ലേജ് പാർട്സ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഇത് റൈഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർത്ത് സൈഡിലാണ്, ആൻഡ് ഇറ്റ്സ് കോൾഡ് വില്ലേജ് സൈഡ് ഓഫ് ഗോവ. അപ്പോൾ യൂഷ്വലി നിങ്ങൾ കൂടുതലും വീഡിയോസിൽ ഗോവയിൽ ബീച്ച് സൈഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും കണ്ടേക്കുന്നത്. സോ ഇന്നലെ ഞാനത് സർവീസ് ചെയ്തു. ടോട്ടൽ 11,000 കിലോമീറ്റർ ഓടി. ഫൈനലി നമ്മളിത് പർച്ചേസ് ചെയ്ത വണ്ടിയാണ്. ഇപ്പോൾ ഉള്ളത് ഗോവയിലാണ്. നാളെ നമ്മൾ തിരിച്ചു പോകും. കാരണം നമ്മുടെ കുറച്ച് നല്ല കമ്പനിക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ആക്ച്വലി ഇപ്പം നിലവിൽ ഇവിടെ ഇല്ല. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രോഗ്രാം ഒന്ന് മാറ്റി പിടിച്ചു, തിരിച്ചു പോകാനുള്ള പരിപാടി. സോ ഇതാണ് നമ്മുടെ വില്ലേജ് സൈഡ് ഓഫ് ഗോവ എന്ന് പറയുന്നത്. സോ എനിക്കങ്ങനെ ഒരുപാട് ബീച്ച് ഇറങ്ങി നടക്കാൻ താല്പര്യമില്ല. സോ ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, ആൻഡ് ടു ബി ഫ്രാങ്ക് ഇവിടെ കൂടുതലും കൃഷിയാണ്. നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇത് ഫുള്ള് കൃഷിയാണ്. ഇത് കണ്ടല്ലോ, ഇത് ലെഫ്റ്റ് സൈഡിൽ പാടാണ്. ഇവിടെ ഫുള്ള് കൃഷി സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ നാട്ടിലെ കനാൽ പോലെ. സോ ആരും തന്നെ ഇതുവരെ നമ്മുടെ ഒരു ഗോവയിലെ ആരും ഒരു വില്ലേജ് സൈഡിൻ്റെ വീഡിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വില്ലേജ് സൈഡ് ഓഫ് ഗോവ എന്നുള്ളൊരു രീതിയിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ. സത്യം പറഞ്ഞാൽ ഞാനിന്ന് നിലവിൽ രാവിലെ ഞാൻ മപ്സ വരെ പോവാണ്. മപ്സയിൽ എനിക്ക് ആക്ച്വലി 1-2 പരിപാടിയുണ്ട്. കാരണം ഈ വണ്ടിയുടെ എനിക്കൊരു എക്സ്ട്രാ ഒരു മൊബൈൽ ഹോൾഡർ പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഒരു ബാറൻറ്റ് പോയി, അപ്പോൾ അതൊന്ന് പിടിപ്പിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ ഇറങ്ങിയതാണ്. സോ ലെറ്റ്സ് ഗോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗോവയുടെ വില്ലേജ് സൈഡിലാണ്. സോ ഏകദേശം ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു പണ്ട് കാലത്തെ കേരളത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോൾ. കാരണം ഞാനിപ്പോൾ ഒരു അട്ടപ്പാടി സൈഡ് അല്ലെങ്കിൽ അതുപോലൊരു ഉൾപ്രദേശത്ത് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ആണ് ഇവിടെ. ആൻഡ് ടു ബി ഹോണസ്റ്റ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ചൂട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവുണ്ട്. ഒരുപാട് അങ്ങനെ ചൂടും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇറ്റ്സ് എവറിത്തിങ് ഈസ് ഫൺ. സോ ഇപ്പം നിലവിൽ ഞാൻ മപ്സ വരെ പോവാണ്. സോ ഇവിടെ ഒരു സ്ഥലം കേട്ടോ. ഇവിടെ കുറേ സ്ഥലപ്പേരുകൾ നമുക്ക് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഹോണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ പേരുണ്ട്, മപ്സ. അതുപോലെ തന്നെ ടിവിം, അതുപോലെ പബ്ജി കളിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഫേവറേറ്റ് സ്ഥലമുണ്ട് മിരാമർ എന്ന് പറഞ്ഞ്. സോ ആ സ്ഥലം, അങ്ങനെ ഒരു സ്ഥലപ്പേര് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ ഉണ്ട് മപ്സയ്ക്ക്. സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മപ്സ വരെ ഒന്ന് പോകണം. സോ ഇതിന് 1-2 സാധനങ്ങൾ പിടിപ്പിക്കാനുണ്ട്, അത് പിടിപ്പിക്കണം. തിരിച്ചു വരുന്ന വഴിക്ക് ടിവിമിലൊന്ന് കയറണം. ടിവിമിലൊന്ന് കയറിയിട്ട് ഒരാളെ കാണാനുണ്ട്, എന്നിട്ട് നേരെ നമ്മളിങ്ങോട്ട് പോരുക. അതാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. സോ മോസ്റ്റ്ലി നമ്മളിപ്പോൾ വീഡിയോസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഗോവയിൽ വരുമ്പോൾ കൂടുതലും ആൾക്കാർ ബീച്ച് സൈഡും കാര്യങ്ങളൊക്കെയാണ്. സോ ഞാനങ്ങനെ ബീച്ചിലങ്ങനെ ഒരുപാട് പോകാറില്ല. ഐ റിയലി ലൈക്ക് ദിസ് തിങ്സ്. പിന്നെ ഇവിടെ ഒരുപാട് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ വെയിൽ ഭയങ്കരമായിട്ട് കൂടിയതിൻ്റെ ഭാഗമായിട്ട് എല്ലാം പറ്റിപ്പോയി. അതെന്നുണ്ടെങ്കിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു നമുക്ക് പോകാനും എടുക്കാനൊക്കെ ആയിട്ട്. സോ ഇവിടെ ഒരു കാടിൻ്റെ ഫീലിംഗ് ആണ് ഗൈസ്. ഒരു കാടിൻ്റെ അകത്തുകൂടെ പോകുന്നത്. അത്യാവശ്യം നല്ല തണുത്ത കാറ്റുമുണ്ട്, നല്ല അടിപൊളി വൈബുമാണ് ഇവിടെ. ആൻഡ് നമ്മുടെ ഡ്യൂക്ക് 2023 എഡീഷൻ. അപ്പോൾ നോർമലി ഇപ്പോൾ ഉള്ള വണ്ടിയും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നതിൽ
ഇതിൽ ആക്ച്വലി കുറച്ച് ഇനീഷ്യൽ പിക്കപ്പ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ABS ഓഫ് ചെയ്യാൻ പറ്റും, പുറകിലത്തെ റിയർ ടയർ ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ അങ്ങനെ കുറച്ച് എക്സ്ട്രാസ് ഉള്ളു. പിന്നെ മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മുടെ 390യുടെ ലൈറ്റ് വരുന്നു എന്നുള്ളതാണ്. ആൻഡ് 390യുടെ ലൈറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പ്. സോ മെയിൻലി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം ഈ ഒരു പഴയ ഡിസ്പ്ലേ തന്നെയാണ് ഇപ്പോഴും വരുന്നത്, വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ പുറകിൽ പുതിയ LED സെറ്റപ്പാണ് വരുന്നത്, LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആൻഡ് ദിസ് ഈസ് NH748AA. സോ ദോഡാമാർഗ് സാക്ലി. സോ നമ്മളിപ്പോൾ നിലവിൽ ആദ്യം നമ്മൾ സാക്ലിക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് മപ്സ പോകേണ്ടത്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾക്ക് എന്താണ് ഈ സ്ഥലങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇപ്പം നിലവിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ടൈം ഷോർട്ടാണ്. സോ ഇനിയും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വരുന്നതായിരിക്കും ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. കാരണം എൻ്റെ ഒരു ബ്രദറിനെ പോലെ ഒരാൾ ഇവിടെ ഉണ്ട്, എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെ തന്നെ. സോ അവനിപ്പോൾ ആക്ച്വലി ഇവിടെ ഇല്ല, അവൻ 15-ാം തീയതി 20-ാം തീയതി ആയിട്ട് വരുവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ വന്നതിന് ശേഷം ഒന്നുകൂടെ എനിക്ക് വരണമെന്നുണ്ട്, കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ. കാരണം അവനും കൂടെ ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അവൻ അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ അറിയാം, അത്യാവശ്യം ഷോർട്ട് കട്ട് റൂട്ട്സൊക്കെ അറിയാം. സോ അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ എൻ്റെ ഒരു എത്ര പ്രാവശ്യം വന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പോയ വഴികളാണ് ഇതൊക്കെ. ടു ബി ഫ്രാങ്ക് അടിപൊളി ഒരു വൈബാണ് ഇവിടെ. എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് കൂടുതലും ഈ ഒരു സൈഡിൽ വരുമ്പോൾ കിട്ടുന്നൊരു വൈബ് അത് വേറെ ലെവലാണ്. മേ ബി ഞാൻ കുറച്ച് നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ താല്പര്യമുള്ള ഒരാളായതുകൊണ്ടും ഒക്കെ ആയിരിക്കാം എനിക്ക് വളരെ പ്രത്യേക ഒരു വൈബാണ് ഇവിടെ വരുമ്പോൾ തന്നെ. ഞാൻ ലാസ്റ്റ് ഒരു 2019 ഇവിടെ ഒരുപാട് കറങ്ങി നടന്നുകൊണ്ടിരുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ബിച്ചോളി എത്താറായി. സോ ഈ ഒരു സ്ഥലത്ത് ഞാൻ ഒരുപാട് ലാസ്റ്റ് 2019 ആ ഒരു ടൈമിലായിരുന്നു ഇവിടെ ഒരുപാട് കറങ്ങി നടന്നുകൊണ്ടിരുന്നത്. സോ അതും ഇപ്പോഴത്തെ ഒരു റോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിതു സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ടു ബി ഫ്രാങ്ക്ലി എനിക്ക് എന്താ പറയുക, കുറേ നല്ല പോലെ ബെറ്റർ ആക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. വഴിക്കൊക്കെ വീതി കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാണ്. എനിക്ക് നല്ല അടിപൊളിയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണോ പ്രശ്നം? പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്പീഡ് ബ്രേക്കേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ട്. പണ്ട് ആക്ച്വലി ഞാൻ ഈ റോഡിൽ ഇതുണ്ട്, ഈ രണ്ട് സൈഡിലുണ്ട്, എന്തുമാത്രം അടിപൊളി മരമൊക്കെ നോക്കി, മരത്തിൻ്റെ സൈസ് നോക്കിയാൽ അടിപൊളി കേട്ടോ. കാരണം 2019 വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റോഡൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി, വീതി കൂട്ടി, സംഭവം സെറ്റാണ്. പിന്നെ കുറേയൊക്കെ സ്ഥലങ്ങളിൽ ഞാൻ ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. അപ്പം കുറേയൊക്കെ സ്ഥലങ്ങളിൽ ഞാൻ പുതിയ പുതിയ ഡിവൈഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നു. ഇറ്റ്സ് റിയലി അമേസിങ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങളൊരു കാട്ടിക്കട പോകുന്ന സെയിം ഒരു ഫീലിംഗ് ആണ്. ഈ സൈഡിൽ ഫുള്ള് മലയാണ്, ഇങ്ങോട്ട് ഫുള്ള് മല, ഈ സൈഡിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ദിസ് ഈസ് ദ റോഡ്. ഒരു 70-80 പിടിച്ച് ക്രൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി വഴി. സോ ഫ്രണ്ടിൽ ഐ തിങ്ക് ഐ ക്യാൻ സീ എ ഹംപ്. നമുക്ക് നോക്കാം എന്തായാലും ഗായ്സ്. ഇപ്പം നിലവിലൊരു 10-20-22 കിലോമീറ്റർ കൂടെ ഉണ്ട്. അവിടെ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം തീർത്ത്, പിന്നെ എനിക്കിന്നിപ്പോൾ രാവിലെ പരിപാടികളെല്ലാം തീർത്തിട്ട് വേണം ഉച്ച കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. സോ ആ സ്ഥലത്തിൻ്റെ പേരാണ് പോണ്ടയ്ക്ക് പോകണം. അവിടെ ഒരു ചെറിയ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം വന്നിട്ട് പാക്കെല്ലാം ചെയ്ത് നാളെ വെളുപ്പിനെ 4 മണിക്ക് ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് തിരിച്ച് നാട്ടിലോട്ട് നമ്മുടെ ഡ്യൂക്ക് 200 വരാൻ. സോ ഞാനത് ഇവിടെ നിന്ന് എടുത്താണ്. ഇത് 2023 മോഡലാണ്. ആകെ ഓടിയത് 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇന്നലെയാണ് തേർഡ് സർവീസ് ഞാൻ ചെയ്തത് തന്നെ. ആൻഡ് ഇനിയൊരു 7,500 കിലോമീറ്റേഴ്സിലേക്ക് സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് 200 ആണെങ്കിലും അത്യാവശ്യം ഇനീഷ്യൽ പിക്കപ്പ്, കാരണം ഞാൻ നേരത്തെ 200ഉം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ പിക്കപ്പും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി ഫസ്റ്റ് ഓടിച്ചതിൽ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വഴികൾ വന്നു. സോ കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇപ്പോൾ നിലവിൽ സത്യം പറഞ്ഞത്. പക്ഷേ നമുക്ക് സ്ട്രെയിറ്റ് ആണ്. അവിടെ പാലമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ഏരിയ എനിക്ക് അത്യാവശ്യം പരിചയമുള്ള ഏരിയ കേട്ടോ. സോ ബേസിക്കലി ഞാൻ ഇന്നലെ വ്ളോഗ് ഇടണം എന്നൊക്കെ ഓർത്താണ്. പക്ഷേ സത്യം പറയാലോ, ഞാൻ ഇന്നലെ എൻ്റെ ലൈഫിൽ കാണിച്ച ഏറ്റവും വലിയ ബിഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇത്രയും നാളും മോസ്റ്റ്ലി എനിക്ക് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടികളിലാണ്, ബൈ റോഡാണ് എനിക്ക് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ഈ വണ്ടി എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ വന്നപ്പോൾ ട്രെയിനിനാണ് വന്നത്. സോ ഞാൻ അവിടുന്ന് മഡ്ഗാവിന് വരുന്ന ട്രെയിനിന് ബുക്ക് ചെയ്തു. മഡ്ഗാവ് വന്നിറങ്ങി, കുറച്ച് ലേറ്റായിപ്പോയി, ഒരു 1.5 മണിക്കൂർ ലേറ്റായിപ്പോയി ട്രെയിൻ, സാധാരണ ലേറ്റ് ആവാത്ത ട്രെയിന്. എന്നിട്ട് പിന്നെ വേറൊരു ട്രെയിൻ ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്, ടിവിം എന്ന് പറഞ്ഞാൽ. സോ അങ്ങോട്ട് വരാൻ വേറൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ട്രെയിന് മിസ്സായിപ്പോയതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും മഡ്ഗാവ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രയും അതായത് എന്താ പറയുക, സെൻറ്ററാണ്. അതുപോലെ അത്രയും വലിയ ആൾക്കാർ വന്നിറങ്ങുന്ന സ്ഥലത്ത് ഒരു ബസ് വരത്തില്ല. ഞങ്ങൾ ഏകദേശം ഇന്നലെ ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി
ഇവിടെ ഞാനിപ്പോൾ ഈ വണ്ടി മപ്സയിലാണ് സർവീസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്ത് തന്നെയാണ് സർവീസ് ചെയ്തത്. അപ്പം അവിടെ നിന്ന് ബസ് കയറി വന്നു. ഞാൻ 9:30 ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ട് ഞാൻ മപ്സയിൽ വരുന്നത് ഉച്ചയ്ക്ക് 1:30 സോ 1:30 ഇവിടെ വന്നിട്ട് പിന്നെ വണ്ടി കിട്ടിയത് 5 മണിക്ക്. സോ 5:15 വണ്ടി കിട്ടിയപ്പോൾ പിന്നെ ഭയങ്കര ട്രാഫിക്കൊക്കെ ആയി, ട്രാഫിക്കും കാര്യങ്ങളും കൊച്ചായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 6:15. പിന്നെ നമ്മുടെ ഇവിടെ അടുത്തൊരു പുഴയുണ്ടായിരുന്നു, പക്ഷേ പുഴയുടെ വെള്ളമെല്ലാം പറ്റിപ്പോയി. അവിടെ നിന്ന് പോയി കുളിക്കാമെന്നുള്ള രീതിയിൽ പോയതാണ്. പിന്നെ നമ്മുടെ കനാലിൽ ഇറങ്ങി അങ്ങ് കുളിച്ചു. ഞാൻ നിങ്ങൾക്ക് രാവിലെ കാണിച്ചിരുന്ന കനാലിൽ ഇറങ്ങി അങ്ങ് കുളിച്ചു. ബട്ട് ഇവിടെ ഒരു അടിപൊളി ഫണ്ണാണ്. ഇവിടെ പെട്രോളിന് വില 95 രൂപയേ ഉള്ളൂ. 95 രൂപയുള്ളൂ പെട്രോളിന്. എക്സ്പെൻസ് വളരെ കുറവാണ്. എനിക്കിപ്പോൾ നിലവിൽ 3rd സർവീസിന് പുറകിലത്തെ ബ്രേക്ക് ഷൂ എല്ലാം മാറി 2680 രൂപയായി. 11,000 കിലോമീറ്ററിലാണ്. സെക്കൻഡ് സർവീസ് ചെറുതായിട്ടൊന്ന് സ്കിപ്പായി പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നിലവിൽ ഈ വണ്ടി ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് നേരെ നാട്ടിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഗൈസ്. സോ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ലെഫ്റ്റ്. ഇവിടെ നല്ലൊരു ട്രാഫിക് ജാം കിട്ടി, നല്ല പോലെ ട്രാഫിക്കായി. ഐ ഡോണ്ട് നോ വൈ. ഇവിടെ ഇച്ചിരി വഴിക്ക് വീതി കൂടുതലാണ്. പക്ഷേ KTM ഉണ്ടല്ലോ, നമ്മുടെ ട്രാഫിക്കിൽ കയറുമ്പോൾ തന്നെ പെട്ടെന്ന് ഹീറ്റപ്പ് ആവുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഫാൻ കറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഫാൻ ഇപ്പോൾ കറങ്ങുന്നുണ്ട്. ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് പോലും ആയില്ല കേട്ടോ ട്രാഫിക്കിൽ നിൽക്കാണ്ട്. സോ ഇത്ര ഹീറ്റ് ആവുമോ KTM? സോ ഞാൻ എൻ്റെ KTM-നുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ ഒരു ഫസ്റ്റ് BS3 ഫസ്റ്റ് ഇറങ്ങിയ ഡ്യൂക്ക് 200 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ട് വന്ന ഫ്രണ്ടിലത്തെ ലൈറ്റ് ഒരു ചെറിയൊരു വ്യത്യാസം വന്ന ആ ഒരു സാധനം ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഒരു വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഇനീഷ്യൽ പിക്കപ്പ് കുറവ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഇനീഷ്യൽ പിക്കപ്പും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല പോലെ ഉണ്ട്. അത്യാവശ്യം നല്ല പോലെ ക്രൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു വണ്ടിക്ക് പുതിയ വില എന്ന് പറയുന്നത് 240 എങ്ങാണ്ടേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ എത്ര 240 അടുത്തെങ്ങാണ്ടേ ഉള്ളൂ. ഇതിപ്പോൾ എത്രയ്ക്ക് കിട്ടിയെന്നൊന്നും കമൻറ്റ് ചെയ്യേണ്ട. ഇതൊക്കെ ഒരു സീക്രട്ട് ഡീലാണ്. അതിൽ നമുക്ക് കിട്ടിയതാണ്. അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിന് തന്നെ നമുക്ക് കിട്ടി. ആൻഡ് 11,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളത്. ആക്ച്വലി ബേസിക്കലി എൻ്റെ അനിയൻ്റെ തന്നെ വണ്ടിയാണ്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കിട്ടി. ആൻഡ് വേറെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓടിക്കാനും എനിക്ക് നല്ല സ്മൂത്താണ്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഹാൻഡിൽ ബാറെല്ലാം കുറച്ചുകൂടെ വൈഡാണ്. ഇരിക്കാനും നല്ല സ്മൂത്താണ്. ആൻഡ് ഐ എം ഫീലിംഗ് റിയലി കംഫർട്ടബിൾ. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഒരു ലോങ് റൈഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാവുള്ളൂ. അപ്പം എനിവേസ് ലെറ്റ്സ് വെയിറ്റ്. കാരണം ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ ഗോവ സീരീസ് നടത്തിയിരുന്നു. ഗോവ വന്നു, ബാംഗ്ലൂർ പോയി, എന്നിട്ട് നാട്ടിലോട്ട് വന്നിരുന്നു എൻ്റെ എൻഡോർക്കുമായിട്ട്. അപ്പോൾ അതിൽ ഞാൻ നാട്ടിൽ നിന്ന് ഗോവയിലോട്ട് വരുന്ന വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. അപ്പം നാളെ നമ്മൾ ആ ഒരു നേരെ ഇവിടുന്ന് കാസർഗോഡ് കണ്ണൂർ വഴിയാണ് നാട്ടിലോട്ട് വരുന്നത്. അത് ഏത് വഴിക്കടെ ഞാൻ എൻഡോർക്കുമായിട്ട് ഇങ്ങോട്ട് വന്നു ആ വഴിക്കടെയാണ് നമ്മൾ നാളെ പോകുന്നത്. അപ്പം ദാറ്റ് വിൽ ബി എ ഫൺ. പിന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു റൂട്ടിൽ കൂടെ തന്നെ കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. ടിവിം ക്രോസ് ചെയ്തു. ഇപ്പം ടിവിം ക്രോസ് ചെയ്തിട്ട് നേരെ പോവാണ്. സോ ഇവിടുത്തെ ഒരു വഴികളൊക്കെ ഇതാട്ടോ നല്ല അടിപൊളി. ഗ്രാമപ്രദേശമാണെങ്കിൽ വഴിയൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഇവർ എന്താ പറയുക വഴിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പുറകിലൊരു സംഭവം കണ്ടു. അതായത് ഇവിടെ ഈ പോസ്റ്റെല്ലാം മാറ്റിയിട്ട് കറണ്ടിൻ്റെ ലൈനെല്ലാം ഭൂമിക്ക് അടിക്കടി ആക്കാനുള്ളൊരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് റിയലി നൈസ്. ഞാൻ കേരളത്തിലാണെങ്കിൽ പോലും പലപ്പോഴും ഈ ചില്ലയും കാര്യങ്ങളൊക്കെ നിന്നിട്ട് കറണ്ട് പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പോസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഭൂമിക്ക് അടിക്കടെ കറണ്ട് ആക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ്സ് റിയലി നൈസ്. കാരണം എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഒന്ന് പല പോസ്റ്റിലും ഇടിച്ച് വണ്ടിയുടെ ആക്സിഡൻറ്റ്സ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ചാനലിൽ ഇട്ടിരുന്നു ഒരു ആക്സിഡൻറ്റിൻ്റെ വീഡിയോ. അതുപോലെ ഉണ്ടാവാതിരിക്കും. 2 കറണ്ട് പോക്കും കുറച്ച് കുറയും. സോ ഇറ്റ്സ് എ ബെറ്റർ ഗുഡ് ഡിസിഷൻ. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. സോ ഫൈനലി അങ്ങനെ നമ്മൾ മപ്സയിലെത്തി ഗൈസ്. അപ്പം ഇവിടെ ഇനിയിപ്പോൾ 1-2 ആക്സസറി ഷോപ്പുണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് കിട്ടുന്ന ഷോപ്പുണ്ട്. സോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ബാറിൻ്റെ സ്ലൈഡേഴ്സ് എനിക്ക് കിട്ടിയില്ല. ഇവിടെ 1-2 കടയിൽ നോക്കിയിട്ട് ബാറിൻ്റെ സ്ലൈഡേഴ്സ് ഒന്നും കിട്ടിയില്ല. മൊബൈൽ ഹോൾഡർ മേടിച്ചു. എന്തായാലും ഇവിടെ വെക്കാൻ പാകത്തിനുള്ള മൊബൈൽ ഹോൾഡറും കാര്യങ്ങളെല്ലാം മേടിച്ചു.
സാധനം നമ്മൾ പുറകെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ഒരു ചെയിൻ ലൂബും ഞാൻ മേടിച്ചു. കാരണം നാളെ ലോങ് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഒരു ചെയിൻ ലൂബും ഞാൻ മേടിച്ചു. സോ ഇനിയിപ്പോൾ നിലവിൽ നേരെ നമ്മൾ തിരിച്ച് സാക്ലി പോവാണ്. സാക്ലി നേരെ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് എനിക്ക് ടിവിമ്മിൽ ഒന്ന് കയറണം, അത്രയും പരിപാടിയേ ഉള്ളൂ. സോ നമ്മൾ വേണ്ട ഇതുവരെ വീട് എത്തിയിട്ടില്ല ഗായ്സ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ഇടത്ത് കയറാനുണ്ടായിരുന്നു. അപ്പോൾ സമയം ഇപ്പോൾ 11:50 രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഫുഡ് കഴിച്ചു, കുറച്ച് റെസ്റ്റ് എടുത്തു, 1-2 പേരെ കാണാനുണ്ടായിരുന്നു, കണ്ടു. സോ ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ നേരെ സാക്ലിക്കാണ് പോകുന്നത്. ടു ബി ഓണേഴ്സ് ടുഡേ ഡേയ്സ് വാസ് റിയലി നൈസ്. കാരണം അതുപോലെ എൻജോയ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു. ചിലപ്പോൾ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട്, ഒന്നുകൂടെ മപ്സ വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് സോ മോസ്റ്റ്ലി ചിലപ്പോൾ ഈവനിങ് ഒരു 4 മണിയാകുമ്പോൾ പോകും. എന്താണെന്ന് കാര്യം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. ലെറ്റ് സി. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഗായ്സ്, ഒരു പ്രത്യേക ഒരു വൈബാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രത്യേക വൈബാണ്. ഒരുപാട് അങ്ങനെ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഇറ്റ്സ് അമേസിങ്. വണ്ടി ഓടിക്കാനും നല്ല സ്മൂത്താണ്, നല്ല വഴികളുമാണ്. ഗട്ടറോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്, ഗട്ടറും കാര്യങ്ങളൊക്കെ. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഇവിടുത്തെ പെട്രോളിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 95 രൂപയാണ് പെട്രോളിന്. തൊട്ടടുത്ത് കേരളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം പെട്രോള് 95 രൂപ. നമ്മുടെ നാട്ടിൽ ചില സ്ഥലത്ത് ഞാനിപ്പം SREയിലെ ചില പമ്പ്, അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പമ്പിൻ്റെ അകത്ത് 105.79 ഏറ്റുമാനൂർ അപ്പുറത്തെ സ്ഥലത്തെ ഒരു പമ്പിലാണെങ്കിൽ 106.14 24 29 അങ്ങനെ കണ്ട്. പിന്നെ അപ്പുറത്തോട്ട് പോയാൽ 107 സംതിങ്. എന്താണ് ഗൈസ് ഇങ്ങനെ? ഞാനിവിടെ ഇവിടെ 1-2 പബ്ബിൽ കയറിയപ്പോൾ എല്ലായിടത്തും 95.3 അങ്ങനെ കണ്ടു പറഞ്ഞൊരു പ്രൈസാണ് എല്ലായിടത്തും മോസ്റ്റ്ലി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2 പമ്പിലും കയറിയപ്പോഴും അവിടെ എല്ലാം പ്രൈസും കറക്റ്റായിട്ട് അത്രയാണ് വന്നത്, വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. വൈ ഇതിന് ആര് ആൻസർ തരും ഗൈസ്? പിന്നെ ലാസ്റ്റ് നമ്മൾ കയറി എത്താറായി. നമ്മൾ വീഡിയോ തുടങ്ങിയ സ്ഥലത്ത് ടു ബി ഫ്രാങ്ക് അടിപൊളിയായിരുന്നു. ഇവിടെ ഇപ്പോൾ 12:20 സമയം. ബട്ട് 12:25 ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പം എനിക്കങ്ങനെ ഒരുപാട് ചൂട് തോന്നുന്നില്ല, ഒരുപാട് കുറവ് പോലെ തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ കോട്ടയത്തൊക്കെ ആണെങ്കിൽ 40 ഡിഗ്രിയൊക്കെ ചൂടുണ്ട്, 40-42 ഡിഗ്രി ചൂട് കാണിക്കാറുണ്ട്. പക്ഷെ അത്രയും ഒന്നുമില്ല ഇവിടെ. ഒരു 32-34 ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ചൂട് അറിയാനുമില്ല. പിന്നെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരുപാട് ഒരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഹീറ്റ് അങ്ങനെ തോന്നാറില്ല. ആൻഡ് ടു ബി ഫ്രാങ്ക് ഞങ്ങൾ മപ്സ എല്ലാം പോയി കറങ്ങി അടിച്ച് വന്നു. ഇനിയിപ്പോൾ ഒന്നുകൂടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത്. വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവും. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട്. ആൻഡ് എത്തിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ എൻ്റെ മൊബൈൽ മൗണ്ട് ഒന്ന് പിടിപ്പിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 സ്ഥലങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു വില്ലേജ് സൈഡ് ഓഫ് ഗോവയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആക്ച്വലി ഒരു ടെസ്റ്റ് റൈഡ് ഉണ്ട്, നമ്മളത് സംസാരിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആവുകയാണ്, ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോകും മപ്സ ഒന്നുകൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്, എടുക്കാനുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഇപ്പം നേരെ എന്തായാലും പോകുന്നു. ആദ്യം നമ്മുടെ മൊബൈലിൻ്റെ മറ്റേ മൗണ്ടെല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത 1-2 ചെറിയ ലൊക്കേഷൻസ് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ, നല്ല അടിപൊളിയായിട്ടുള്ള. സോ അവിടെ നമ്മൾ പോകുന്നു, പോയി നിങ്ങളെല്ലാം കാണിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ലെറ്റ്സ് സീ. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നിലവിലത് ആ മലയുടെ മണ്ടേ വരെ നമ്മൾ പോവാണ് വണ്ടിയായിട്ട്. സോ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതായത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു പുഴയുടെ കാര്യം പറഞ്ഞിരുന്നു. ആ പുഴ അവിടം വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വെള്ളമൊന്നുമില്ല ഇപ്പം, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അവിടെ ഞങ്ങൾ സ്ഥിരം ഇവിടെ നമുക്കൊരു പൈൻറ്റ് ബിയർ കിട്ടും. 60 രൂപയാണ് വരുന്നത്. നമ്മൾ ഈ അതായത് സിനിമയിലൊക്കെ കാണുന്ന പോലെ പൈൻറ്റ് ബിയർ ഉണ്ടല്ലോ, അതിവിടെ കിട്ടും. സോ 60 രൂപയാണ് വരുന്നത്. അതുമായിട്ട് ഞങ്ങൾ നേരത്തെ അവിടെ പോകുമായിരുന്നു. അവിടെ പോയിട്ട് അവിടെ ഇരിക്കുമായിരുന്നു നേരത്തെ. ഞാൻ തേണ്ട ഇവിടെയാണ് നദിയുടെ കാര്യം പറഞ്ഞത്. അയ്യോ നടന്നു പോകണം. കംപ്ലീറ്റ്ലി വറ്റിപ്പോയി. അല്ലെങ്കിൽ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നതാണ്, നല്ല അടിപൊളി വെള്ളം. സോ ഇപ്പോൾ ഫുള്ള് വെയിൽ കാരണം ഫുള്ള് പോയി. സോ അവിടെ ഞങ്ങൾ കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണ്. ആൻഡ് ഇവിടെ ഞങ്ങൾ ഫുള്ള് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഇവിടെ വന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുപോലെ സൂപ്പർ ഏരിയയാണ്. അതിൻ്റെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുണ്ടല്ലോ കുരങ്ങന്മാരും കടുവയൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നേരത്തെ ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ കടുവയൊക്കെ കാണാൻ പറ്റും.
ആൻഡ് ലുക്ക് അറ്റ് ദിസ്. സോ ഇപ്പോൾ വെള്ളമൊന്നുമില്ല, കല്ലൊക്കെ നമുക്ക് ഭയങ്കര വലുപ്പം കാണാൻ പറ്റും. ബട്ട് ഐ മിസ് ദാറ്റ് ഓൾഡ്, കാരണം ഇവിടെ ഞങ്ങൾ സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ് കുളിക്കാനൊക്കെ. എനിവേസ് ഞാൻ എന്തായാലും ഒരു ജൂൺ ടൈമിൽ ഒന്നുകൂടെ വരാൻ വേണ്ടി നോക്കും. ആൻഡ് ആ ടൈമിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. മലയുടെ മണ്ടയ്ക്ക് അങ്ങ് പോവാണ്, നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ. ഇവിടെ വഴിയൊക്കെ നല്ല അടിപൊളിയാക്കി കേട്ടോ. അവിടെ ഒരു വാഗണർ ഇടിച്ച് കിടക്കുന്നു. ഓ മൈ ഗോഡ്, ആർക്കും ഒന്നും പറ്റിയില്ലെന്ന് വിചാരിക്കുന്നു. വാഗണറാണ് ഇടിച്ചത്. സോ ഇവിടെ നമ്മൾ ഒരുപാട് കറങ്ങിയതാണ്. ഒരു ടൈമിൽ ഇവിടെ ഒരുപാട് കറങ്ങിയത് എടുത്തൊക്കെയാണ്. ആൻഡ് ഇവിടെ വരുമ്പോൾ ഉള്ളൊരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. സോ ലുക്ക് അറ്റ് ദ വ്യൂ. ആ മല കണ്ടോ ഇങ്ങനെ ഫുൾ അടിപൊളിയായിട്ട്. അവിടെ ഒരു വഴി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടേ വരെ നമുക്ക് ചെല്ലാം. പക്ഷേ അനിയനില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല. അവൻ എന്നോട് പറഞ്ഞു ആക്ച്വലി നമുക്ക് ഫസ്റ്റ് മലയ്ക്ക് പോകാൻ വേണ്ടി ഈ വഴിയുടെ മുകളിലോട്ട് കയറി പോകാൻ പറ്റും. പക്ഷേ ഇതിലെ പോകാൻ പറ്റത്തില്ല, ഭയങ്കര ഓഫ് റോഡാണ്, ജീപ്പ് മാത്രമേ പോവുള്ളൂ. പിന്നെ ആ ഒരു വഴി കാണുന്നതിൽ നമുക്ക് പോകാം, പക്ഷേ ഇതുമായിട്ട് പോകുന്ന ഇച്ചിരി റിസ്ക്കാണ്. സോ ഒരു എക്സ്പൾസും കൂടെ ഉണ്ട്, അത് അനിയൻ കൊണ്ടുപോയിക്കോണ്. അവൻ വന്നു കഴിയുമ്പോൾ പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ഗോവയ്ക്ക് വരേണ്ട വരും ഇവിടെ. എന്തായാലും മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് വരണം. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ്, പ്രത്യേക ഒരു മൂഡാണ് ഇവിടെ, എന്തൊക്കെ പറഞ്ഞാലും. സോ ഇനിയിപ്പം നിലവിൽ ഞാൻ ഇവിടെ നിന്ന് റാപ്പപ്പ് ചെയ്യുവാണ്. സോ ചിലപ്പോൾ നമ്മൾ അമ്പോളി വരെ ഒന്ന് പോവും. അമ്പോളി ഘാട്ട് നല്ല അടിപൊളി ട്വിസ്റ്റേഴ്സുള്ള വഴിയാണ്, അടിപൊളി റൂട്ടാണ്. അപ്പോൾ അവിടെ ഒന്ന് കറങ്ങി തിരിച്ച് വന്ന് നമ്മൾ മപ്സയിൽ വന്നിട്ട് ഇതിന് ഈ വണ്ടിയുടെ ഒരു നട്ട് പോയിട്ടുണ്ട്, ആ നട്ട് വിട്ടിട്ട് കാര്യങ്ങളിട്ടിട്ട് നാളെ നമ്മൾ നാട്ടോട്ടുള്ള പരിപാടി തിരിക്കും, ഗോവ വില്ലേജ് സൈഡ്. ഓക്കെ, സോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ. നമ്മളിവിടെ വെച്ച് വീഡിയോ നിർത്തുവാണ്. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്.